ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2ലെ വർക്ക് ബുക്ക് ആക്ടിവിറ്റീസാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ കുട്ടികൾക്ക് വർക്ക് ബുക്ക് ആക്ടിവിറ്റീസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ലോങ് ആൻഡ് വാട്ട് ഈസ് റൗണ്ട്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഫസ്റ്റ് വൺ നോക്കൂ, ടിക്ക് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് റൗണ്ട്. റൗണ്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? ഒരു ക്ലോക്ക് ആണ് അല്ലേ. ക്ലോക്ക് എന്ത് ഒബ്ജക്റ്റ് ആണ്? ക്ലോക്ക് ഒരു റൗണ്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മളത് ടിക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ നോക്കൂ, ഒരു ചെസ് ബോർഡാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യേണ്ട, അത് സ്ക്വയർ ആണ് അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? സൺ ആണ്. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്തു. നെക്സ്റ്റ് ഒരു ബോക്സ് ആണ്, അത് സർക്കിൾ അല്ല, റൗണ്ട് അല്ല. നെക്സ്റ്റ് വൺ എന്താണ്? ബോളാണ്. പിന്നെ ബോട്ടിൽ പറ്റില്ല. വാട്ടർമെലൻ എന്താണ്? റൗണ്ട് ആണ്. റൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേർവ്ഡ് സർഫസ് ആയിരിക്കും. നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വർക്കിലോട്ട് പോവാം. നെക്സ്റ്റ് നോക്കൂ, ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ലോങ് ഒബ്ജക്ട്സ് മാത്രം ടിക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ എന്താണ്? ഒരു വീലാണല്ലേ, അതൊരു ലോങ് ഒബ്ജക്റ്റ് ആണോ? അല്ല. നെക്സ്റ്റ് വൺ ഒരു ഫ്ലാഗാണ്, അതൊരു ലോങ് ഒബ്ജക്റ്റ് ആണ്. അതേപോലെ ഒരു സ്കെയില്, പിന്നെ ബോക്സ്, ഐസ്ക്രീം, ഇതൊക്കെ എന്താണ്? ലോങ് ഒബ്ജക്ട്സ് ആണ്. അതേപോലെ ക്യാൻഡിൽ ഒരു ലോങ് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ എന്ത് ചെയ്യും? അത് റൗണ്ട് ചെയ്യും. അത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബോള്, അതൊരു ലോങ് ഒബ്ജക്റ്റ് അല്ല. വാട്ടർ ബോട്ടിൽ ഒരു ലോങ് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ എന്ത് ചെയ്യും? അത് റോൾ ചെയ്യും. അപ്പോൾ റോളിങ് ആൻഡ് സ്ലൈഡിങ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. എന്നാലും ഇത് ലോങ് ഒബ്ജക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് വർക്ക് നമ്മൾ നന്നായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. നോക്കൂ ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഓറഞ്ച് കളറാണ് അല്ലേ. ട്രയാങ്കിൾ ഷേപ്പിലുള്ളതിനൊക്കെ നമ്മൾ ഓറഞ്ച് കളർ കൊണ്ട് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓറഞ്ച് കളറ് പിക്ക് ചെയ്യണം. ഓറഞ്ച് കളർ പിക്ക് ചെയ്തിട്ട് ഓറഞ്ച് കളർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഏതിനെ? ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ്. അപ്പോൾ ക്യാരറ്റ് ഏകദേശം ട്രയാങ്കിൾ ഷേപ്പാണ്. പിന്നെയോ ഐസ്ക്രീം കോണാണ്. പിന്നെ ഏതാ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത്? ഏകദേശം ഇതിവിടെ ചെയ്തിട്ടുണ്ട്, അവർ ഓറഞ്ച് കളറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊന്നും ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നില്ല അല്ലേ. നെക്സ്റ്റ് വൺ ബ്ലൂ, അല്ലെ. സിലിണ്ടറിനൊക്കെ നമ്മൾ ഏത് കളറിൽ സർക്കിൾ ചെയ്യണം? ബ്ലൂ ഷെയ്ഡ് കൊണ്ട് സർക്കിൾ ചെയ്യണം. സിലിണ്ടർ ഷേപ്പിൽ വരുന്നതിന് ഈ ക്യാൻ ഒരു സിലിണ്ടർ ഷേപ്പാണ്. പിന്നെ അതിൽ സിലിണ്ടർ ഷേപ്പിൽ വരുന്നത് ഈ ഒരു ഡ്രമ്മ്. പിന്നെയോ ഇത് സിലിണ്ടർ ഷേപ്പാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ബ്ലൂ വെച്ച് സർക്കിൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നതിനൊക്കെ നമ്മൾ ഏത് വെച്ച് സർക്കിൾ ചെയ്യണം? ഗ്രീൻ വെച്ച് സർക്കിൾ ചെയ്യണം. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നോക്കൂ, ഈ ഒരു ബ്രിക്ക് വരുന്നുണ്ട്, ബുക്ക് വരുന്നുണ്ട്, ബോക്സ് വരുന്നുണ്ട്, കളേഴ്സ് വരുന്നുണ്ട്, ചോക്ലേറ്റ്സ് വരുന്നുണ്ട്, ഈ ഒരു ട്രേ വരുന്നുണ്ട്, സ്കെയിൽ വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. അതൊക്കെ നമ്മൾ ഏത് വെച്ച് സർക്കിൾ ചെയ്തു? ഗ്രീൻ വെച്ച് സർക്കിൾ ചെയ്തു. നെക്സ്റ്റ് വൺ സർക്കിൾ വരുന്നത്, അതായത് റൗണ്ട് ഷേപ്പ് വരുന്നതൊക്കെ നമ്മൾ ഏത് വെച്ച് സർക്കിൾ ചെയ്യണം? ഒരു പിങ്ക് കളറാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് ആ ഒരു കളർ ഇവിടെ ഇല്ല, നമുക്ക് തൽക്കാലം ഈ ഒരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഈ സർക്കിൾ ടൈപ്പിൽ വരുന്നത്, അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്നതൊക്കെ ഏതാണിതാ? ഇത് വരുന്നുണ്ട്, ഈ ബോള്, എർത്ത്, പിന്നെ ക്ലോക്ക്, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതൊക്കെ നമ്മൾ ആ ഒരു കളർ വെച്ച് സർക്കിൾ ചെയ്തു. ലാസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ വരുന്നത് നമ്മൾ യെല്ലോ കളർ വെച്ച് സർക്കിൾ ചെയ്യണം അല്ലേ. യെല്ലോ കളർ നമ്മൾ ചൂസ് ചെയ്തു. ഇനി യെല്ലോ കളർ വെച്ച് നമ്മൾ ഏതൊക്കെ സർക്കിൾ ചെയ്യണം? ഈ ഒരു കൈറ്റും ഈ ഒരു ബോക്സും സർക്കിൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു വർക്കാണ്. ഈ ഒരു വർക്ക് അവർ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്താ ചെയ്തത്? ട്രയാങ്കിൾ ഷേപ്പിലുള്ളതൊക്കെ അതിന് മാച്ചിങ് ആയുള്ള കളർ ഏതാണ്? ഓറഞ്ച് ആണല്ലേ. ഓറഞ്ച് കളർ വെച്ച് സർക്കിൾ ചെയ്തു. പിന്നെ സിലിണ്ടർ ഷേപ്സിലുള്ളതൊക്കെ ഏത് വെച്ച് ചെയ്തു? ബ്ലൂ വെച്ച് ചെയ്തു. പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതൊക്കെ ഏത് വെച്ച് ചെയ്തു? ഗ്രീൻ വെച്ച് ചെയ്തു. പിന്നെയോ റൗണ്ട് ഷേപ്പിൽ, അതായത് സർക്കിൾ ഷേപ്പിലുള്ളതൊക്കെ ഈ ഒരു പർപ്പിൾ കളർ വെച്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. യെല്ലോ ഏത് കളർ വെച്ച് ചെയ്തു? ഈ ഒരു സ്ക്വയർ വെച്ച് ചെയ്തു. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വർക്കിലോട്ട് പോവാം. നെക്സ്റ്റ് വർക്ക് നോക്കൂ, നമ്മൾ മാച്ചിങ് ആണ് കേട്ടോ. സെയിം ഷേപ്പ് വരുന്നത് മാച്ച് ചെയ്യണം. ഈ കോണുമായിട്ട് ഏതാ മാച്ചിങ് വരിക? ഐസ്ക്രീം കോൺ അല്ലേ. നെക്സ്റ്റ് ഈ ഒരു ക്യൂബോയിഡ് പോലെ ഈ ഒരു ബോക്സായിട്ട് മാച്ച് ചെയ്യുക. ഈ റുബിക്സ് ക്യൂബും ഡൈസും കൂടി മാച്ച് ചെയ്യുക. രണ്ടും ഒരേ ഷേപ്പാണ് വരുന്നത് അല്ലേ. ഇത് രണ്ടും സിലിണ്ടറിക്കൽ ഷേപ്പാണ് വരുന്നത്, ഇത് രണ്ടും സ്ഫിയർ, അതായത് റൗണ്ട് ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ മാച്ച് ചെയ്തു. അതാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് വരുന്നത്
ഇതാ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്ക്വയറും ഇവിടെ ഒരു റൗണ്ടുമാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ ഈ ഒരു ബിന്നിലും, അടുത്തത് സ്ക്വയർ ഷേപ്പിലുള്ളതൊക്കെ ഈ ഒരു ബിന്നിലും നമ്മൾ ഇടണം. ഓക്കെ, കറക്റ്റായിട്ട് ബിൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് റൗണ്ടാണ്, അപ്പോൾ നമ്മൾ ഏതിലേക്ക് മാച്ച് ചെയ്യണം, ഇതിലോട്ട് മാച്ച് ചെയ്യണം, ഇത് ഇതിലോട്ട് മാച്ച് ചെയ്യണം. ഇത് സ്ക്വയറാണ്, ഇത് ഇങ്ങോട്ട് മാച്ച് ചെയ്യണം, ഇതിങ്ങോട്ട്. ഇത് റൗണ്ടാണ്, അപ്പോൾ റൗണ്ട് ബിന്നിൽ, ഇത് സ്ക്വയർ ബിന്നിൽ, ഇതും സ്ക്വയർ ബിന്നിൽ, ഇത് റൗണ്ട് ബിന്നിൽ. ഇങ്ങനെ വേണം നമ്മൾ മാച്ച് ചെയ്യാൻ കേട്ടോ. ഇത്രയാണ് ഇതിൽ മാച്ച് ചെയ്യുന്നത്. മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൽ, അതായത് ഈ ഒരു ഡോട്ടിലോട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ കാണാൻ ഭംഗി. ചെറിയ കുട്ടികളാണ്, അവരെ കറക്റ്റായി അങ്ങനെ ചെയ്യണമെന്നില്ല. ഈ ഒരു കോൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആയിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കൂ. ടിക്ക് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് റൗണ്ട്. നോട്ട് റൗണ്ട്, ഇതിൽ റൗണ്ട് അല്ലാത്തത്, ഇത് റൗണ്ടാണ്, ഇതും റൗണ്ടാണ്, ഇതും റൗണ്ടാണ് അല്ലേ. റൗണ്ട് അല്ലാത്തത് ടിക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ നോക്കൂ. കളർ ചെയ്യാനാണ്, ആർട്ട് ഇൻറ്റഗ്രേഷൻ വർക്കാണ്. അത് അവർ ക്ലിയർ ആയിട്ട് ചെയ്യും. അതായത് റെക്റ്റാങ്കിൾ ഉള്ളതൊക്കെ ഏത് കളർ കൊടുക്കണം, റെഡ് കളർ കൊടുക്കണം. അതേപോലെ സർക്കിൾ ഉള്ളതൊക്കെ ഏത് കളർ കൊടുക്കണം, ഗ്രീൻ കളർ കൊടുക്കണം. സ്ക്വയർ ഉള്ളതൊക്കെയോ ബ്ലൂ കളർ കൊടുക്കണം. അത്രയാണ് ഇതിൽ ചെയ്യാനുള്ള വർക്ക്. നെക്സ്റ്റ് പേജ് നോക്കൂ. നെക്സ്റ്റ് പേജിൽ റോൾ ചെയ്യുന്നതിനൊക്കെ ആർന്നും സ്ലൈഡ് ചെയ്യുന്നതിനൊക്കെ എസ് എന്നും, രണ്ടും റോളിങ് ആൻഡ് സ്ലൈഡിങ് ഉള്ളതൊക്കെ ബി എന്നും നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ ഒരു ക്യാൻഡിലാണ് അല്ലേ. അതിൻ്റെ ഒരു അതായത് ഒരു സൈഡ് എന്താണ്, കേർവ്ഡ് ഷേപ്പാണ്, ബാക്കിയുള്ള രണ്ട് സൈഡും ഫ്ലാറ്റും ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, റോൾ ചെയ്യുകയും ചെയ്യും, സ്ലൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ബി. ഓക്കെ, നെക്സ്റ്റ് വൺ ബോളാണ്. അതെന്തേ ചെയ്യുള്ളൂ, റോള് മാത്രം. ടൊമാറ്റോ റോള് മാത്രം. പിന്നെ ബുക്ക് സ്ലൈഡ്, എസ്. പെൻസിലോ റോൾ ചെയ്യുകയും ചെയ്യും, സ്ലൈഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ബി. ബോക്സ് സ്ലൈഡ്. ഓറഞ്ച് റോൾ. അടുത്തത് പിക്കിളിൻ്റെ ഇതെന്താണ്, എന്താ പറയുക, ജാമിൻ്റെ ബോട്ടിലാണ് അല്ലേ, സിലിണ്ടർ ഷേപ്പാണ്. അപ്പോൾ അതിൽ രണ്ടും പറ്റും കേട്ടോ, ബോത്ത്. ദെൻ ഇത് സ്ലൈഡ് ചെയ്യുകയും ചെയ്യും, റോൾ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബോത്ത് ചെയ്യാം. ദെൻ നെക്സ്റ്റോ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, അതും ബോത്ത് ചെയ്യാം. പിന്നെ ഇറൈസറാണ്, അത് സ്ലൈഡ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ഇത് രണ്ടും ചെയ്യും അല്ലേ, റോൾ ചെയ്യുകയും ചെയ്യും, സ്ലൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നെയോ ഇത് സ്ലൈഡ് മാത്രമേ ചെയ്യുള്ളൂ. ഇത് റോൾ ചെയ്യുകയും ചെയ്യും, സ്ലൈഡ് ചെയ്യുകയും ചെയ്യും, ബോത്ത് കൊടുക്കാം. കോയിനും അതെ അല്ലേ, രണ്ടും ചെയ്യും, ബോത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ബോക്സ് അതെന്ത് ചെയ്യുക, സ്ലൈഡ് മാത്രം. ഓക്കെ, അത്രയാണ് ഈ ഒരു വർക്കിൽ ചെയ്യാനുള്ളത്. അതായത് അതിൻ്റെ സർഫസ് നോക്കിയിട്ട്, അതിന് കർവ്ഡ് ആയിട്ടുള്ള സർഫസ്, നമ്മൾ റൗണ്ട് ഒബ്ജക്റ്റിൻ്റെ റൗണ്ട് സർഫസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അതായത് കർവ്ഡ് സർഫസും ഉണ്ട്, ഇതിന് ഫ്ലാറ്റും ഉണ്ട്. രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അത് ഇതിലും ചെയ്യും. അല്ലാത്തത് ഫ്ലാറ്റുള്ളത് മാത്രമാകുമ്പോൾ അത് സ്ലൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, റൗണ്ടുള്ളത് മാത്രമാകുമ്പോൾ അത് റോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആലോചിക്കണം. പിന്നെ അടുത്തത് ഇത് നോക്കൂ, റോളിംഗ് ആണോ സ്ലൈഡിംഗ് ആണോ എന്ന് എഴുതാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ ബോളാണ്, അതെന്തായിരിക്കും, റോളിംഗ് ആയിരിക്കും. ഇവിടെ റോളിംഗ് എന്ന് എഴുതണം. നെക്സ്റ്റ് വൺ കുട്ടികളാണ്, അപ്പോൾ അവർ സ്ലൈഡിംഗ് ആണ്, ഇവിടെ സ്ലൈഡിംഗ് എഴുതണം കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ വേർഡ് എഴുതണം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി കുട്ടികൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അടുത്തത് കളർ ദ ഒബ്ജെക്ട്സ് ദാറ്റ് ക്യാൻ റോൾ ഉള്ളതിനെ മാത്രം കളർ ചെയ്യുക. ഇത് റോൾ ചെയ്യുമല്ലോ, ഇതും റോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കളർ ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ് ചെയ്യുന്നതിനെ കളർ ചെയ്യുക. ഇത് രണ്ടും സ്ലൈഡ് ചെയ്യും അല്ലേ. ഈ ബക്കറ്റും വേണമെങ്കിൽ സ്ലൈഡ് ചെയ്യാം, സ്ലൈഡും ചെയ്യും, റോളും ചെയ്യും. അപ്പോൾ അത് ചെയ്യണമെന്നില്ല. ഓക്കെ, അതേപോലെ ഈ ഒരു പോട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം അത് റോൾ ചെയ്യാൻ മാത്രമല്ല ചെയ്യുള്ളൂ, അത് സ്ലൈഡ് ചെയ്യുകയും കൂടി ചെയ്യും. കറക്റ്റ് ആൻസർ വരുന്നത് ഈ ഒരു വാട്ടർമെലനാണ്. ഓക്കെ, അപ്പോൾ പോട്ട് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, റോൾ ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരെണ്ണം മാത്രം ചെയ്യാം, പോട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ വൺ ഒബ്ജെക്ട് ദാറ്റ് ക്യാൻ റോൾ ആൻഡ് വൺ ദാറ്റ് ക്യാൻ സ്ലൈഡ്. ഇവിടെ റോൾ ചെയ്യണമെന്ന് വരയ്ക്കുക, ഒരു ബോൾ വരച്ചാൽ മതി. ഇവിടെ സ്ലൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബോക്സോ ബുക്കോ എന്തെങ്കിലും വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ റോളാണോ സ്ലൈഡാണോ എന്ന് എഴുതണം. ഇത് കണ്ടോ, ഈ കുട്ടി ഇത് ഉരുട്ടി കൊണ്ടുപോവുകയാണ്, അപ്പോൾ അതെന്താണ്, റോളാണല്ലേ. ഈ കുട്ടി ഇങ്ങനെ ഉന്തി കൊണ്ടുപോവുകയാണ്, അപ്പോഴോ സ്ലൈഡാണ്. പിന്നെയോ ഇതും ഉന്താണ് അല്ലേ, അപ്പോൾ സ്ലൈഡാണ്. ഇതും ഉന്തി കൊണ്ടുപോവാണ്, അപ്പോൾ അത് നീങ്ങാണ് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അത് സ്ലൈഡാണ്. നെക്സ്റ്റ് ഇത് റോളാണ്, ഇതും റോളാണ്. ഇനി അടുത്തത് നോക്കൂ, ഒരു ഹെവി ബോക്സ്, അത് ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് പൊക്കാതെ എങ്ങനെ മൂവ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചില്ലേ, നമ്മളിങ്ങനെ ഉന്തി കൊണ്ടുപോയാൽ മതിയല്ലേ, നമുക്കത് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അതിൻ്റെ ആൻസർ സ്ലൈഡിങ് ആണ് കേട്ടോ. ഓക്കെ, അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. റോളിങ്ങും സ്ലൈഡിങ്ങും റൗണ്ട് ഒബ്ജക്ട്സും അതേപോലെ ലോങ് ഒബ്ജക്ട്സുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുട്ടികൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ എത്തേണ്ടുള്ളൂ. നമ്മളിപ്പോൾ ക്യാരംസൊക്കെ കളിക്കുന്ന സമയത്ത്
ആ കോയിൻ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ കോയിൻ എങ്ങനെയാണോ പോകുന്നത്, ക്യാരംസ് എങ്ങനെയാണോ ആ സ്ട്രൈക്കർ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അത് സ്ലൈഡ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. അതേപോലെ ആ സ്ട്രൈക്കറിനെ നമുക്ക് എന്ത് ചെയ്യാം, റോൾ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ സ്ട്രൈക്കർ, കോയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ റോൾ ചെയ്യുകയും ചെയ്യും, സ്ലൈഡ് ചെയ്യുകയും ചെയ്യും. ബോളാണെങ്കിലോ, ബോൾ ഒരിക്കലും സ്ലൈഡ് ചെയ്ത് പോകില്ല, അത് എപ്പോഴും റോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ റൗണ്ട് ഒബ്ജക്ട്സും റോളിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ബലൂണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ബൗൺസ് ചെയ്യുക ചെയ്യാൽ അതിങ്ങനെ ഉരുണ്ട് പോവില്ലല്ലോ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും, അത് തീരെ വെയ്റ്റ്ലെസ് ആയ കാരണം അങ്ങനെയും കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യില്ല, അങ്ങനെ റോൾ ചെയ്ത് പോവില്ല. പക്ഷെ അതൊന്നും ഇവർക്ക് കാര്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഇല്ല. അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നുമില്ല. റോളിംഗ് ഒബ്ജക്ട്സും സ്ലൈഡിങ് ഒബ്ജക്ട്സും ആണ് ഉള്ളത്. അപ്പോൾ റോൾ ചെയ്യുന്നത് എപ്പോഴും റൗണ്ട് ഒബ്ജക്ട്സ് ആയിരിക്കും, സ്ലൈഡ് ചെയ്യുന്നത് എപ്പോഴും ഫ്ലാറ്റ് ഒബ്ജക്ട്സ് ആയിരിക്കും, ലോങ് ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ പക്ഷേ ചില ലോങ് ഒബ്ജക്ട്സ് അതിന് 2 സർഫസ് ഉണ്ടാവുമ്പോൾ അത് റോൾ ചെയ്യുകയും ചെയ്യും, എന്ത് ചെയ്യും, റൗണ്ട് ചെയ്യുകയും ചെയ്യും. അതിന് എക്സാമ്പിളാണ് കോയിനൊക്കെ കേട്ടോ. കോയിൻ, വാട്ടർ ബോട്ടിൽ, ക്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റോൾ ചെയ്യുകയും ചെയ്യും, അതേപോലെ റൗണ്ട് ചെയ്യുകയും ചെയ്യും, സ്ലൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതേപോലെ പോട്ട് ഉരുണ്ട ഇതല്ലേ, അതിന് 2 ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ അത് സ്ലൈഡ് ചെയ്ത് പോവാം, ഫ്ലാറ്റ് സർഫസ് അതിൻ്റെ താഴെ ഭാഗം വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് പോകാം. അതല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, ഉരുണ്ട് പോകാം, രണ്ടും ചെയ്യാം. അതേപോലെ ഡ്രമ്മൊക്കെ അതെ, ഫ്ലാറ്റ് സർഫസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ വെക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് അത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് വേറെ വീഡിയോസോ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക്